ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങൾ ജസ്റ്റ് പറയാൻ വേണ്ടി. നമ്മള് ഇപ്പൊ വണ്ടിയായിട്ട് റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ കുറെ അനധികൃതമായിട്ട് എൽബോർഡ് വെച്ച വണ്ടികൾ പോകുന്നുണ്ട്. ഈ എൽബോർഡ് വെച്ച വണ്ടികൾ പോകുന്ന ഈ ഒന്ന് നമ്മൾ റോഡിന്റെ നടുക്കൂടെ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് പോകുന്നത്, ഭയങ്കര സ്ലോ ആയിരിക്കും. അല്ലെങ്കിൽ അതൊക്കെ അവരുടെ ഓക്കെ, അത് അവരവർ ഇഷ്ടമെന്ന് വെച്ചോ. പക്ഷേ ഇത് കൂടുതൽ, അതായത് 90% ആൾക്കാരും എൽബോർഡ് വെക്കുന്ന പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ തട്ടാതെ മുട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ആൾക്കാർ എൽബോർഡ് വെച്ചിട്ട് പോകുന്നുണ്ട് വളരെ സ്ലോ ആയിട്ട്. അപ്പൊ ആ വണ്ടിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പുതിയ വണ്ടി എടുക്കുന്നവർക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ രീതിയിൽ നിയമപ്രകാരം നമ്മൾ എൽബോർഡ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ലേണേഴ്സ് എഴുതി കഴിഞ്ഞാൽ, ലേണേഴ്സ് എഴുതിയ ആള് പാസ്സായിട്ട് അത് വണ്ടി ഓടിക്കുമ്പോൾ ലെഫ്റ്റില് ലൈസൻസ് ഉള്ള ആൾ നിർബന്ധം ഉണ്ടെങ്കിൽ, നിർബന്ധമായിട്ട് ലൈസൻസ് ഉള്ള ആളുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റ് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാം ഫൈനാണ് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ നടക്കുന്നത് മൊത്തം എന്ന് പറഞ്ഞ് എൽബോർഡ് വെക്കുക, റോഡിന് നടുക്കൂടെ പോവുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുക. ഇതാണ് ഇപ്പൊ 90% കണ്ടുവരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എൽബോർഡ് വെച്ചിട്ട് കാണാം നല്ല ഭയങ്കര സ്പീഡിലൊക്കെ പോകുന്നത്. അപ്പൊ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ടെന്നല്ലേ അർത്ഥം, പിന്നെ എൽബോർഡിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ട് കൂടുതൽ വരും. നമ്മളല്ലേ എപ്പൊ നോക്കിയാലും ഹോൺ അടിച്ച് ഇപ്പൊ ആ എൽബോർഡ് വെച്ച് വണ്ടിയുടെ പുറകെ ഒരു 100,000 വണ്ടികൾ ഇങ്ങനെ പുറകെ പോയിരിക്കും. നോക്കുമ്പോൾ അതിനകത്ത് ഒറ്റ എൽബോർഡ് വെച്ച ഒരാളെ കൂടെ ലൈസൻസ് ഒരാൾ നിർബന്ധമായിട്ട് വേണമെന്നുള്ള നിയമമൊക്കെ അറിയാമെങ്കിലും അവരൊക്കെ ഇങ്ങനെ പോകുന്നത്. എന്തോ എനിക്ക് അതിനെ കുറിച്ചിട്ട് സംസാരിക്കണം തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ഇനിയിപ്പോ തെറ്റും ശരിയൊന്നും നോക്കണം, ഞാൻ നിയമമാണ് പറഞ്ഞത്, ഇനി എന്നെ പൊങ്കാല ഇടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ, അതൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ബൈ.